ഓം ശ്രീ മഹാഗണപതിയൈ നമഃ. ഓം ശ്രീ സരസ്വതിയൈ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഇന്ന് നമ്മൾ നാരായണീയം ദശകം 8 13-ാമത്തെയും അവസാനത്തേതുമായ ശ്ലോകമാണ് പഠിക്കുന്നത്. ഇതൊരു ധ്യാന ശ്ലോകമാണ്. ഈ ശ്ലോകം രോഗശമനത്തിന് അത്യുത്തമമായ ഒരു ഔഷധമാണെന്നാണ് അറിവുള്ളവരും അനുഭവസ്ഥരുമായിട്ടുള്ളവർ പറയുന്നത്. എത്ര കഠിനമായ രോഗാവസ്ഥയിൽ ഉള്ളവരും ദിവസം കഴിയുമെങ്കിൽ ഒരു 41 തവണ ഈ ശ്ലോകം ചൊല്ലി ഭഗവാനെ ഭജിക്കുന്നത് രോഗശമനത്തിന് ഉത്തമവും വളരെ ശ്രേയസ്കരവും ആകുന്നു. നമുക്ക് ശ്ലോകം ചൊല്ലാം. അസ്മിൻ പരാത്മൻ നനുപാത്മകൽപേ ത്വമിദ്ധമുദ്ധാപിത പത്മയോനിഃ അനന്തഭൂമാ മമ രോഗരാശിം നിരുന്ധി വാതാലയവാസ വിഷ്ണു. നമുക്ക് ശ്ലോകത്തിൻ്റെ അർത്ഥം നോക്കാം. അസ്മിൻ പരാത്മൻ നനുപാത്മകൽപേ. അസ്മിൻ ഈ പരാത്മൻ പരബ്രഹ്മസ്വരൂപിയായ ഗുരുവായൂരപ്പ, നനു അല്ലയോ, പാത്മകൽപ്പേ പത്മത്തിൽ നിന്നും ബ്രഹ്മാവ് സൃഷ്ടിക്കപ്പെട്ട ഈ പാത്മകൽപ്പത്തിൽ, നനു പരാത്മൻ അല്ലയോ പരബ്രഹ്മസ്വരൂപിയായ ഗുരുവായൂരപ്പ, അസ്മിൻ പാത്മകൽപ്പേ ഈ പാത്മകൽപ്പത്തിൽ, ത്വം ഇത്തം ഉദ്ധാപിത പത്മയോനിഹി ത്വം അങ്ങ്, ഇത്തം ഇപ്രകാരം, ഉദ്ധാപിത ഉയർത്തിക്കൊണ്ടുവന്ന അല്ലെങ്കിൽ ആവിർഭവിപ്പിച്ച, പത്മയോനിഹി പത്മയോനി എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവ്, പത്മത്തിൽ നിന്നും ജനിച്ചവനായ ബ്രഹ്മാവ്, അതാണ് പത്മയോനിഹി. അല്ലയോ പരബ്രഹ്മസ്വരൂപിയായ ഗുരുവായൂരപ്പ, ഈ പാത്മകൽപ്പത്തിൽ അങ്ങ് പത്മസംഭവനായ ബ്രഹ്മാവിനെ ഇപ്രകാരം ഉയർത്തിക്കൊണ്ടുവന്നുവല്ലോ. അനന്തഭൂമ അനന്തമായ അല്ലെങ്കിൽ അവസാനമില്ലാത്ത മഹാത്മ്യത്തോടു കൂടിയവനായ ഭഗവാനെ, മമ രോഗരാശിം മമ എൻ്റെ രോഗരാശിം രോഗക്കൂട്ടങ്ങളെ അല്ലെങ്കിൽ എല്ലാ രോഗങ്ങളെയും നിരുന്ധി നിവാരണം ചെയ്താലും അല്ലെങ്കിൽ ഇല്ലാതാക്കിയാലും, വാതാലയവാസ വാതാലയവാസിയായ ഗുരുവായൂരപ്പ, വിഷ്ണു മഹാവിഷ്ണു ഭഗവാനെ എന്നാണ് പറയുന്നത്. എൻ്റെ എല്ലാ രോഗങ്ങളെയും ഇല്ലാതെയാക്കിയാലും അല്ലയോ മഹാവിഷ്ണു ഗുരുവായൂരപ്പ. ഇനി നമുക്ക് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം ഒരുമിച്ച് ഒന്നുകൂടി പറയാം. അല്ലയോ പരബ്രഹ്മസ്വരൂപിയായ സർവവ്യാപിയായ ഗുരുവായൂരപ്പ ഭഗവാനെ, ഈ പാത്മകൽപ്പത്തിൽ അങ്ങ് ഇപ്രകാരം പത്മസംഭവനായ ബ്രഹ്മാവിനെ ഉയർത്തിക്കൊണ്ടുവന്നുവല്ലോ, ആവിർഭവിപ്പിച്ചുവല്ലോ. അനന്തമായ മഹാത്മ്യങ്ങളോടുകൂടിയ ഭഗവാനെ, മമ രോഗരാശിം എൻ്റെ എല്ലാവിധ രോഗങ്ങളെയും, നിരുന്ധി വാതാലയവാസ ഇല്ലാതെയാക്കിയാലും വാതാലയവാസനായ ഗുരുവായൂരപ്പ മഹാവിഷ്ണു എന്നാണ് ഈ ശ്ലോകത്തിൽ മേൽപ്പത്തൂർ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത്. അസ്മിൻ പരാത്മൻ നനുപാത്മകൽപ്പേ ത്വമിദ്ധമുദ്ധാപിത പത്മയോനിഃ അനന്തഭൂമാ മമ രോഗരാശിം നിരുന്ധി വാതാലയവാസ വിഷ്ണു. നമുക്ക് ശ്ലോകം ഒന്നുകൂടി ചൊല്ലാം. അസ്മിൻ പരാത്മൻ നനുപാത്മകൽപ്പേ ത്വമിദ്ധമുദ്ധാപിത പത്മയോനിഃ അനന്തഭൂമാ മമ രോഗരാശിം നിരുന്ധി വാതാലയവാസ വിഷ്ണു. 8-ാമത്തെ ദശകം ഇവിടെ അവസാനിക്കുകയാണ്. ഈ ശ്ലോകം എല്ലാവരും കഴിയുന്നതും എല്ലാ ദിവസവും ചൊല്ലുക. 9-ാമത്തെ ദശകം അടുത്ത വീഡിയോയിൽ ചെയ്യാം. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.
ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ.